ഹലോ, ഇന്ന് ഞാൻ ഗാർഡനിൽ നടത്തിയൊരു പരീക്ഷണം കാണിച്ചു തരാം. ഇത് വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നും ഇതിൻ്റെ അപ്ഡേറ്റ്സും ഞാൻ പറയുന്നതാണ്. എൻ്റെ വീട്ടിൽ കിടന്ന ഒരു വിറക് കഷ്ണത്തിലാണ് ഇന്നത്തെ എൻ്റെ പരീക്ഷണം. എനിക്ക് ചെടി നടാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലൊരു വിറക് കഷ്ണം എൻ്റെ വീട്ടിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ഒരു പഴയൊരു ഷേപ്പോട് കൂടിയ ഒരു വിറക് കഷ്ണമായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പ്ലാന്റ്സ് നട്ടു നോക്കുകയാണ്. ഇങ്ങനെ ഒരു മൺചട്ടിയിലാണ് ഞാൻ നടുന്നത്. ഈ മൺചട്ടിയിലേക്ക് ഇങ്ങനെ ഒരു വിറക് കഷ്ണം ഇറക്കി വെച്ചിട്ട് അതിന് കല്ലൊക്കെ ഇട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന 2 ചെടിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഈ ചെടികളൊക്കെ നമ്മുടെ വീട്ടിലും പറമ്പിലുമൊക്കെ കാണാറുള്ളതാണ്. വലിയ മെയിൻ്റെനൻസ് ഒന്നും വേണ്ടാത്ത പടർന്നു പിടിക്കുന്ന ചെടികളാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ചട്ടിയിലും അതുപോലെ മണ്ണിലുമാണ് ഞാനിത് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു പരീക്ഷണത്തിന് ഞാൻ ഈ വിറക് കഷ്ണത്തിൽ നടുകയാണ്. ഇങ്ങനെയുള്ള ചെടികളാകുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പറ്റി പിടിച്ചത് വളരും. അപ്പോൾ ഇങ്ങനൊരു വിറക് കഷ്ണത്തിലേക്ക് ഞാനത് ഈ വിറക് കഷ്ണത്തിലേക്ക് 2 കുഴിയുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതുപോലൊരു ടൊയിൻ കൊണ്ടാണ് ചുറ്റി കൊടുക്കുന്നത്. ഈ ടോയിന് പകരം ടങ്കീസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈറ്റായിട്ടിരിക്കും. സത്യത്തിൽ ഈ ടങ്കീസ് ടോയിനൊക്കെ യൂസ് ചെയ്യുന്നത് ഇതിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഇതിലെ വേരുകൾ ഈ തടി കഷ്ണത്തിൽ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് വളരും. അങ്ങനെ നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ 2 ഭാഗത്ത്, ഈ വിറക് കഷ്ണത്തിൻ്റെ 2 ഭാഗത്ത് ഇതുപോലെ കുഴിയായിട്ടുള്ള പാർട്ടാണ്. അവിടെ രണ്ടും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വലിയ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്ത ചെടികൾ ഇങ്ങനെ വിറക് കഷ്ണത്തിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് വേറൊരു പർപ്പിൾ ലീഫുള്ള ഒരു ചെടിയും വെക്കുന്നുണ്ട്. ഈ പർപ്പിൾ ലീഫുള്ള ചെടി ഞങ്ങളുടെ വീട്ടിൽ ഹാങ്ങിങ് പോട്ടിൽ ഇട്ടിരുന്നതായിരുന്നു. അതിൽ നിന്ന് ഒന്ന് ഞാൻ വെച്ച് നോക്കുന്നുണ്ട്. എന്തായാലും പിടിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ തടി കഷ്ണത്തിൽ പറ്റി പിടിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ചുറ്റിയോ കിടക്കും. അറിയില്ല ഇത് നല്ല രീതിയിൽ വരുമോ എന്ന്. എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഈ ടോയിന് ഇതിനൊരു സപ്പോർട്ടിന് വേണ്ടി മാത്രം മതി. വേര് ഇതിൽ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനത്തെ ടോയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് അല്ലാതെ പോവുകയും ചെയ്യും. പ്ലാസ്റ്റിക് ടോയിനെക്കാട്ടിലും ഇങ്ങനത്തെ ടോയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മണ്ണിൽ അലിഞ്ഞങ്ങ് മാറുകയും ചെയ്യും. ചെടി നടാനും ഗാർഡനിങ്ങിനും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലൊക്കെ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാകും. ഇങ്ങനെ ലാസ്റ്റ് ലുക്ക് വരുന്ന ഇതാണ്, ഇതുപോലാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മണ്ണ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. മണ്ണ് ഇതിലെ ആ ഹോള് പോലുള്ള ഭാഗത്ത് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി വളരാനായിട്ട് നല്ല ഇതായിരിക്കും. ഈ 2 ചെടിക്ക് മാത്രമേ മണ്ണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം അതിന് സ്പേസ് ഉണ്ടായിട്ട്. മറ്റതിൽ അങ്ങനെയാണ്. ഫൈനലിൽ ഗാർഡനിൽ ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മറ്റു ചെടികളുടെ കൂട്ടത്തിൽ വെച്ചേക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെടി വെച്ചത് കൊണ്ട് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെയുള്ള വിറക് കഷ്ണങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.